നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളോട് ഒരു നുള്ളു സ്നേഹമല്ല കേട്ടോ. 10, 20, 30 വർഷമായിട്ട് വീണ്ടും നിങ്ങളോട് പ്രവാസത്തിൽ തന്നെ നിൽക്കാൻ പറയാണ്. നാട്ടിലേക്ക് വരാൻ നിങ്ങളോട് പറയുന്നില്ല. ഇനിയുള്ള കാലം നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ, അവർക്ക് നിങ്ങളോടൊരു നുള്ളു സ്നേഹമല്ല പ്രവാസികളെ. അവർക്ക് സ്നേഹം നിങ്ങളുടെ പൈസേനോടാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നല്ല സൂപ്പർ നല്ല മിയാമിയ ദോശയും മിയാമിയ ചട്ടിനിയാണ് കേട്ടോ. ഇന്ന് അമിതാത്തിൻ്റെ വീട്ടിലായിരുന്നു പണി. ഉണ്ടല്ലോ ഞാൻ. അപ്പം എൻ്റെ മുത്തുപണികൾ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ പ്രവാസികളും പ്രവാസി കുടുംബവും ശ്രദ്ധിച്ച് കേൾക്കുക. സംഭവം എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ, 10, 20, 30 വർഷം നിങ്ങൾ ഗൾഫിൽ നിന്നിട്ട് നിങ്ങളോട് തിരിച്ചു വരി, ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു നുള്ളു സ്നേഹമല്ല. അവർക്ക് സ്നേഹം നിങ്ങളുടെ പൈസേനോട് മാത്രമാണ് കേട്ടോ. പ്രവാസികളെ നിങ്ങൾ സൂക്ഷിച്ചോ. 10, 20, 30 വർഷം നിങ്ങൾ ഗൾഫിൽ നിന്നിട്ടും നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ നിങ്ങളോട് തിരിച്ചു വരാൻ പറയുന്നില്ലെങ്കിൽ, നാട്ടിലേക്ക് തിരിച്ചു വരി, ഇനിയുള്ള കാലം നാട്ടിൽ ജീവിക്കാം, നമുക്ക് ഒരുമിച്ച് ഇനിയെങ്കിലും നാട്ടിൽ ജീവിക്കാമെന്ന് നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അവർ ലോക ചെറ്റകളാണ്. ഉള്ള കാര്യം ഞാൻ പറയും. ഒരുപാട് പ്രവാസികൾ എന്നെ വിളിക്കുകയാണ് ഇപ്പോൾ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാപ്പനെ, പ്രവാസി 10, 35 വർഷമായിട്ട് ഗൾഫിൽ നിന്നൊരു വാപ്പനെ മക്കളും ഉമ്മയും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അവരെ സങ്കടം പറയാണ്. 10, 20, 30 വർഷം ഗൾഫിൽ നിന്നിട്ട് നിങ്ങൾ നല്ല പൈസ അയച്ചു കൊടുത്ത് അവരെ പൊന്നുപോലെ നോക്കിയിട്ടും അവർ ഇനിയുള്ള കാലം നാട്ടിലേക്ക് വരും, ഇനി നാട്ടിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അവർക്ക് ആവശ്യം നിങ്ങളെയല്ല, നിങ്ങളുടെ പൈസേനെയാണ്. സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട മക്കളെ. എൻ്റെ വിഷമം കൊണ്ട് പറയാണ്, വിഷമം കൊണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം, ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് തന്നെ പറയും. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എന്തെങ്കിലും പണിക്കൊക്കെ പോയി. ഓക്കെ, ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബമുണ്ട്, അവർക്ക് പൈസ മാത്രം മതി. പ്രവാസികളോട് ഒരു നുള്ള സ്നേഹം ഒഴിക്കില്ല. എല്ലാവരും സ്നേഹം മാത്രം. സുലാൻ നടക്കുത്ത